കണ്ടല്ലോ, ഇത് സഭാസ്ഥാനത്ത് കൊണ്ട് വെച്ചതാണ്. ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥ. ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയായി മാറി ഇന്ന് സീറോ മലബാർ സഭ. സഭയെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് സഭാ നേതൃത്വം തന്നെയാണ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നിന്നും സഭാ അനുകൂലികൾക്ക് വൈദികർ വഴി സന്ദേശം: അയ്യോ ചേട്ടാ, സഭയ്ക്കെതിരെ സംസാരിക്കില്ലേ, വന്നാൽ ബീഫും പൊറോട്ടയും കഴിച്ചു പോകാം. കുറെ പേർ അതിൽ വീണുപോയി. കുറച്ചുപേരെ നല്ല ധ്യാനത്തിന് വിട്ട് ദൈവാരാധനയ്ക്ക് പോയി. ഇനി ബാക്കിയുള്ളവരെയും കൂടി ബീഫിനും പൊറോട്ടയ്ക്കും മെരുക്കെടുക്കാമെന്നാണ് മാഫിയ ഗ്രൂപ്പിന്റെ ചിന്തയിൽ. എന്നാൽ മിന്നൽ സമരം നടത്തിയ യഥാർത്ഥ അനുകൂലികളെ പോലീസിനെ വിളിച്ച് തങ്കം ചേട്ടൻ ടീം തൂക്കിയെടുത്ത് ജീപ്പിലിട്ടു. നട്ടലുള്ള വിശ്വാസികളാണ് മൗണ്ടിന് മുന്നിൽ മിന്നൽ സമരം നടത്തിയത്. സീറോ മലബാർ സഭ തറ സീറോ ആണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നട്ടലുള്ള വൈദികരുടെ ക്ഷാമം ഏറി വരുന്നുണ്ട് സീറോ സഭയിൽ. നട്ടല് വളയ്ക്കുന്ന മെത്രാന്മാരും വൈദികരും കൂടി ഈ സഭയെ കുട്ടിച്ചോറാക്കി. അവരെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം 2 എണ്ണം അടിക്കാൻ വേണ്ട തുട്ട് കിട്ടണം. ഇനി അവർ ലോഹ ഇട്ടാലും ഇവർക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ ഒന്നും മാറുകയില്ലേ. അതുകൊണ്ടാണല്ലോ അവർ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികനെ തല്ലാൻ നേതൃത്വം കൊടുത്തത്. ഇവർ എല്ലാവരും തന്നെ തെറിപ്പറമ്പിൽ അച്ഛന്മാരും തെറിക്കൂട്ടർമാരുമാണ്. സംസ്കാരം എന്നത് ഇവരുടെ 4 അയലത്ത് കൂടി പോയിട്ടില്ല എന്നുള്ളത് ഒരു വിശ്വാസി പങ്കുവച്ച കാര്യമാണ്. സഭയെ അനുസരിക്കാത്ത ഏതൊരു വ്യക്തിയായാലും സഭയിൽ തുടരാൻ അർഹനല്ല എന്ന് സഭ തീരുമാനിച്ചാൽ ആ വ്യക്തിക്ക് പുറത്തു പോയേ മതിയാകുകയുള്ളൂ. ഇനി പുറത്തു പോകില്ല എന്നാണെങ്കിൽ സഭയ്ക്ക് നിലവിലുള്ള നിയമവ്യവസ്ഥയെ ആശ്രയിക്കാവുന്നതുമാണ്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത കുര്യ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാതിരിക്കുവാൻ വിശ്വാസികൾക്കുള്ള സംശയം, അവർ ശരിക്കും ഒറിജിനൽ കുരിയാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് കുരിയോ ആണോ എന്നുള്ളതാണ്.